everyone, welcome back to Learn Semantics. ഇന്ന് നമുക്ക് ലാബ് അസിസ്റ്റന്റിന്റെ സിലബസിൽ വരുന്ന മാത്തമാറ്റിക്സിലെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ട്രിഗണോമെട്രി എന്ന വേർഡ്, ആ വേർഡിന്റെ മീനിങ് തന്നെ മെഷറിംഗ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എന്നാണ്. അപ്പോൾ ട്രയാങ്കിൾസിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ജിയോമെട്രിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ശാഖയാണ് ഈ ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. പിൽക്കാലത്ത് അത് നാവിഗേഷന് വേണ്ടിയിട്ടും എഞ്ചിനീയറിംഗ് ഫീൽഡിലും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് ആംഗിള് നമുക്കറിയാം, ഒരു പോയിന്റിൽ വരുന്ന ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു റൊട്ടേഷൻ, അതാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. ആംഗിള് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് രണ്ട് യൂണിറ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതാണ് ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും. അപ്പൊ ആംഗിൾ മെഷർ ചെയ്യാനുള്ള യൂണിറ്റ്സ് ആണ് ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും. അത് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡിഗ്രിയും റേഡിയനും തമ്മിലുള്ള കൺവേർഷൻസ് അല്ലെങ്കിൽ അതിന്റെ മെഷർമെന്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു ഡിഗ്രി എന്ന് കണ്ടോ, ഇതിപ്പോ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റൊട്ടേഷൻ, ഇതൊരു ആംഗിൾ ആണ്. ഈ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ, ഇതാണ് ആംഗിൾ നമ്മൾ പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഡിഗ്രിയിലും പറയുന്നുണ്ട്, റേഡിയനിലും പറയുന്നുണ്ട്. ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. മിനിറ്റിനെയാണ് ഇങ്ങനെ ഒരു ഡാഷ് ഇട്ടിട്ട് കാണിക്കുന്നത്. ഒരു ഡിഗ്രി 60 മിനിറ്റും ഒരു മിനിറ്റ് 60 സെക്കൻഡുമാണ് നമുക്കറിയാം. ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ, അതായത് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വരാനായിട്ട് 360 ഡിഗ്രി ആണ്. അത്രയും ആംഗിൾ റൊട്ടേറ്റ് ചെയ്താലാണ് നമുക്കൊരു കംപ്ലീറ്റ് റെവല്യൂഷൻ. അപ്പൊ അത് ഓർത്ത് വെക്കാം. ഒരു കംപ്ലീറ്റ് റെവല്യൂഷന് 360 ഡിഗ്രി, ഒരു ഡിഗ്രി 60 മിനിറ്റ്, ഒരു മിനിറ്റ് 60 സെക്കൻഡ് നമുക്കറിയാം. ഇനി നമ്മൾ ഇതേപോലെ ഒരു സർക്കിളിലെ ഒരു ആംഗിൾ, ഇത് റേഡിയസ്, അപ്പൊ അതാ ഒരു ആർക്ക്, ഇതിന്റെ ലെങ്ത് L ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു സർക്കിളിലെ റേഡിയസ് R ആണ്, അതിന്റെ ആർക്ക് ലെങ്ത് സ്മോൾ ലെറ്റർ L ആണ്. അത് സബ്ടെൻഡ് ചെയ്യുന്ന അത് ആംഗിള്, അത് തീറ്റ ആണെങ്കിൽ ഈ ആർക്ക് ലെങ്ത്തും ആംഗിളും റേഡിയസും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു വെക്കുക. L is equal to R theta. എളുപ്പമാണ്. L is equal to R theta. ഓക്കെ, ആ ഇക്വേഷൻ പഠിച്ചു വെക്കുക. L ആർക്ക് ലെങ്ത്, R റേഡിയസ് ഓഫ് ദി സർക്കിൾ, തീറ്റ ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദി ആർക്ക്. കണ്ടോ? ഓക്കെ, ഇനി നമ്മൾ പറയാണ് ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ബൈ പൈ ഡിഗ്രി ആണ്. അതേപോലെ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 180 റേഡിയൻ. ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാം. ഓക്കെ, അപ്പൊ ഒരു ഡിഗ്രി പൈ ബൈ 180 റേഡിയൻ ആണ്. ഓക്കെ, ഒരു ഡിഗ്രി പൈ ബൈ 180 റേഡിയൻ ആണെന്നുള്ളത് ഓർക്കാം. അപ്പൊ ഡിഗ്രി മെഷറിനെ നമുക്ക് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പൈ ബൈ 180 കൊണ്ട് ഗുണിച്ചാൽ മതി. അത് നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഈ ഒരു വാല്യൂസ്, അതായത് ഡിഗ്രി മെഷർ 30, 45, 60, 90, 180, 270, 360, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ മെഷേഴ്സ് ഒന്ന് കാണാതെ പഠിച്ചിരുന്നാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ 30 എന്ന് പറയുമ്പോൾ പൈ ബൈ 6 ആണ് വരിക. 45 എന്ന് പറയുമ്പോൾ പൈ ബൈ 4. ഇവിടെ നമുക്ക് 30, 3 എന്ന് പറയുമ്പോൾ 6, അങ്ങനെ ഓർത്താൽ മതി. 6 എന്ന് പറയുമ്പോൾ 3, കേട്ടോ, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. 45 എന്ന് പറയുമ്പോൾ 4. ഇനി നോക്കൂ, 180 പൈ എന്ന് പഠിക്കാം. 180യുടെ പകുതിയാണല്ലോ 90, അപ്പൊ ഇതിന്റെ പകുതി പൈ ബൈ 2. അതേപോലെ 180യുടെ ഇരട്ടിയാണല്ലോ 360, അപ്പൊ 2 പൈ. കണ്ടോ, 270 എന്താ? 3 പൈ ബൈ 2. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫങ്ഷൻസ് സൈന്, കോസ്, ടാൻ, അതിന്റെ വാല്യൂസും നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ സൈൻ 0 0 ആണ്. അപ്പൊ കോസ് 0 എന്തായിരിക്കും? 1 ആയിരിക്കും. ടാൻ 0 0 ആണ്. ഓക്കെ, ഇനി നോക്കാം. സൈൻ 30 1 ബൈ 2 ആണ്. സൈൻ 30യും കോസ് 60യും സെയിം ആയിരിക്കും. നോക്കിയേ, സൈൻ 30 1 ബൈ 2 ആണ്. കോസ് 60 നോക്കൂ, 1 ബൈ 2. കണ്ടോ? അതേപോലെ നേരെ തിരിച്ചും സൈൻ 60യും കോസ് 30യും സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു വാല്യൂ പഠിച്ചാൽ മതി, ബാക്കി നമുക്ക് ആലോചിച്ചെടുക്കാം. ഇനി നോക്കൂ, സൈനും കോസും പൈ ബൈ 4, അതായത് 45, രണ്ടും സെയിം ആണ്. 1 ബൈ റൂട്ട് 2. ടാൻ 45 ആണെങ്കിൽ 1 ആണ്. ഇനി ടാനിന്റെ 60 ആണെങ്കിൽ റൂട്ട് 3യും 30 ആണെങ്കിൽ എന്താണ്? 1 ബൈ റൂട്ട് 3യും ആണ്. കണ്ടോ? ഓക്കെ, അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാം. അപ്പൊ ഇത്രയും ഈ ടേബിളിൽ കാണുന്ന ഡിഗ്രി, റേഡിയൻ മെഷേഴ്സും ഈ വാല്യൂസും എല്ലാം കാണാതെ പഠിച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ സൈൻ, കോസ്, ടാൻ അതിന്റെ
റെസിപ്രോക്കൽ ഫങ്ഷൻസ് ഉണ്ട്, നമുക്കറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്, അതായത് 1/sin ആണ് കൊസീക്ക്, 1/cos ആണ് സീക്ക്, 1/tan ആണ് കോട്ട്. അത് പഠിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട് അങ്ങനെയുള്ള 6 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നമ്മൾ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതിന്റെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. നമുക്കറിയാം ഇത് ഓപ്പോസിറ്റ് സൈഡ് ആണ്, ഇത് അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ സൈനിന്റെ ഫോർമുല എന്താ വരിക? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. പഠിച്ചു വെക്കുക. അപ്പൊ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ചെയ്താൽ നമ്മുടെ സൈൻ ആയി. ഓക്കെ, സൈൻ. അപ്പൊ നോക്കിയേ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് കണ്ടോ, ഈ സൈഡ് ബൈ ഈ സൈഡ് ചെയ്യുമ്പോൾ സൈൻ. ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ സൈനിന്റെ സൈൻ തീറ്റോ അല്ലെങ്കിൽ സൈൻ എക്സോ ഒരു ആംഗിൾ ഉണ്ടാവും. കോസ് ആണെങ്കിലോ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ടാൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അത് പഠിച്ചിരിക്കുക. അതേപോലെ തന്നെ സൈൻ ബൈ കോസ് ആണ് ടാൻ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, എന്നാലും ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ റെസിപ്രോക്കൽ ചെയ്താൽ നമുക്ക് കൊസീക്ക്, സീക്ക്, കോട്ട് കിട്ടും. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/, ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ നമ്മൾ ട്രിഗണോമെട്രി പഠിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ റിവൈസ് ചെയ്തിട്ട് പഠിക്കാം. ഈ ഫോർമുല ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി നോക്കൂ, ഇനി നമുക്ക് കുറച്ച് ഫോർമുലകൾ നോക്കാം. cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആയിരിക്കും. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ 6 സ്ക്വയർ ആണ്. 1 പ്ലസ് കോട്ട് സ്ക്വയർ കൊസീക്ക് ആണ്. അതൊക്കെ കാണാതെ പഠിച്ചു വെക്കുക. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ടേ ട്രിഗണോമെട്രി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി സൈൻ ഓഫ് മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. പക്ഷെ കോസ് ഓഫ് മൈനസ് എക്സ് കോസ് എക്സ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ആംഗിളിൽ മൈനസ് വന്നു കഴിഞ്ഞാൽ മൈനസ് സൈൻ എക്സ് നമുക്ക് ഇടാം. കോസ് ഓഫ് മൈനസ് എക്സ് വന്നാൽ കോസ് എക്സ് തന്നെ ചെയ്താൽ മതി. ടാൻ ഓഫ് മൈനസ് എക്സ് വന്നാൽ മൈനസ് ടാൻ എക്സ്. ഓക്കെ, ഇനി ഇത് ഈ ഒരു ഇക്വേഷൻസ് നമ്മൾ കാണാതെ പഠിക്കേണ്ടതില്ല. അതിന്റെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇപ്പൊ നമ്മളൊരു നമ്പർ ലൈനിൽ നമുക്ക് 4 ക്വാഡ്രന്റ് ആയിട്ട് തിരിക്കാം. ഒന്നാമത്തെ ഇതേപോലെ തന്നെ ഇതേ ഓർഡറിൽ തന്നെ നമ്മൾ പഠിക്കണം കേട്ടോ. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഈ 4 ആയിട്ട് വിഭജിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. 4 കേട്ടോ, 4 കഷ്ണമാക്കാൻ പറ്റും നമുക്കിങ്ങനെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് 2π ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് 90 ഡിഗ്രി നമ്മൾ മൂവ് ചെയ്തില്ലേ, ഇത് 90 ഡിഗ്രി അല്ലേ. അപ്പൊ ഇത് π/2. പിന്നെ നമ്മൾ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് 180, അപ്പൊ π. പിന്നെ 270, അപ്പൊ 3π/2. പിന്നെ നമ്മളൊരു റെവല്യൂഷൻ ഒറ്റ വട്ടം കറങ്ങി വന്ന് 2π കണ്ടോ. അപ്പൊ ഇവിടെ 2π, π/2, π, 3π/2. അത് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ്, അതായത് ക്ലോക്ക് എങ്ങോട്ടാണോ തിരിയുന്നത് ആ ഡിറക്ഷനിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് എപ്പോഴും നെഗറ്റീവ് ആയിട്ടും ആന്റി ക്ലോക്ക് വൈസ്, അതായത് അതിന്റെ എതിർദിശ, ഓക്കെ, അതിനെ പോസിറ്റീവ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ക്ലോക്ക് വൈസ് നെഗറ്റീവും ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ്. ഇവിടെ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലോക്ക് വൈസ് ആണ്, പ്ലസ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ആണ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർക്കാം. ക്ലിയർ ആണല്ലോ. ഇനി നോക്കാം, പൈ 2π പോലെയുള്ള ഫങ്ഷൻസ് ആണ് ഇവിടെ നമ്മൾ π മൈനസ് 2π മൈനസ് എന്നൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ചോദ്യത്തിൽ എന്താണോ അത് തന്നെയായിരിക്കും ഉത്തരം. കണ്ടോ, സൈൻ π മൈനസ് എക്സ്, ഇവിടെ സൈൻ തന്നെ വരാം. കോസ് 2π, അപ്പോഴും കോസ് തന്നെ വരും. അപ്പോൾ π 2π ആണ് വരുന്നതെങ്കിൽ ചോദ്യം തന്നെയായിരിക്കും ഉത്തരത്തിലും വരിക. അതായത് ഈ സൈൻ സൈൻ കോസ് കോസ് അങ്ങനെ. ഇനി നമുക്ക് ഈ സൈൻ എക്സിന്റെ ചിഹ്നം നോക്കണം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അതിനെന്ത് ചെയ്യുക, ഈ π മൈനസ് എക്സ് നോക്കുക. ഈ എക്സിന്റെ സ്ഥാനത്ത് തീറ്റയോ വേറെ എന്ത് വേണമെങ്കിൽ വരാം കേട്ടോ. അപ്പൊ π മൈനസ് ആണ്. അപ്പൊ ഈ മൈനസ് ആണോ പ്ലസ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. മൈനസ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പൈന്റെ അടുത്ത് പോയി നിൽക്കുക. പൈന്റെ അവിടുന്ന് ക്ലോക്ക് വൈസ് തിരിയുക. മൈനസ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മേലേക്ക്. അപ്പൊ നമ്മൾ ഏത് ക്വാഡ്രന്റിൽ എത്തിന്ന് നോക്കാം. അപ്പൊ പൈന്റെ അവിടുന്ന് ക്ലോക്ക് വൈസ് തിരിഞ്ഞാൽ ഞാൻ ഏത് ക്വാഡ്രന്റിൽ അപ്പൊ നിൽക്കണത്, സെക്കൻഡ് ക്വാഡ്രന്റിൽ. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഈ പറഞ്ഞ സൈനിന്റെ ഇത് നോക്കാം, ചിഹ്നം നോക്കാം. അതെങ്ങനെയാ നോക്കാം, അതിന് നമുക്ക് ഒരു റൂൾ ഉണ്ട്. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റില് എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും പോസിറ്റീവ് ആണ്, ഓൾ പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും ആണ് പോസിറ്റീവ്, ബാക്കി എല്ലാ ഫങ്ഷൻസും നെഗറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടുമാണ് പോസിറ്റീവ്, ബാക്കി എല്ലാവരും നെഗറ്റീവ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കുമാണ് പോസിറ്റീവ്, ബാക്കി എല്ലാവരും നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് പഠിക്കാനായിട്ട് നമുക്ക് ഒരു കോഡ് വെച്ചിട്ട് പഠിക്കാം. ഓൾ
സ്റ്റുഡൻസ് കണ്ടോ, AS കണ്ടോ, all students take coffee. പല കോഡുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും മുന്നേ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ കോഡ് യൂസ് ചെയ്ത് എളുപ്പത്തിൽ കിട്ടും. ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാം പോസിറ്റീവ്. സ്റ്റുഡൻസിന്റെ എസ് എടുക്കുക. അപ്പൊ സൈനും സൈനിന്റെ റെസിപ്രോക്കൽ, സൈനും കൊസീക്കും പോസിറ്റീവ്. അപ്പൊ ഓൾ സ്റ്റുഡൻസ് സൈനും കൊസീക്കും. ടേക്ക് ടേക്കിന്റെ ടി ഇടുക. അപ്പൊ ടാനും കോട്ടും പോസിറ്റീവ് ആണ്. ഓക്കെ. ടേക്ക് കോഫി അപ്പൊ സി ഇടുക. കോസും സീക്കും പോസിറ്റീവ് ആണ്. അപ്പൊ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. ആ ഒരു കോഡ് ഓർത്തു വെക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റില് എല്ലാ ഫംഗ്ഷൻസും സൈനും കോസും ടാനും കോട്ടും സീക്കും എല്ലാം പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ബാക്കി എല്ലാ ഫംഗ്ഷൻസും നെഗറ്റീവ് ആണ്. തേർഡിലേക്ക് വരുമ്പോൾ ടാനും കോട്ടുമാണ് പോസിറ്റീവ്, ബാക്കി എല്ലാവരും നെഗറ്റീവ്. ഫോർത്തിലേക്കാണെങ്കിൽ കോസും സീക്കുമാണ് പോസിറ്റീവ്, ബാക്കി എല്ലാവരും നെഗറ്റീവ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ പൈ മൈനസ് എക്സ്. പൈ മൈനസ് എന്ന് പറയുമ്പോൾ പൈയിൽ ചെന്ന് നിന്നു, ക്ലോക്ക് വൈസ് ആണ് മൈനസ്. അപ്പൊ ക്ലോക്ക് വൈസ് തിരിഞ്ഞു. ഏത് ക്വാഡ്രന്റിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്? സെക്കൻഡ്. സെക്കൻഡില് സൈന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. അപ്പൊ നമ്മുടെ ഉത്തരത്തിൽ സൈൻ എക്സ് എന്ന് എഴുതിയാൽ മതി. പ്ലസ് ആണ്, അപ്പൊ ഒന്ന് എഴുതണ്ട. ഓക്കെ. വേറൊരെണ്ണം കാണിച്ചു തരാം. അപ്പൊ ലാസ്റ്റ് അത് നോക്കൂ. കോസ് പൈ ബൈ ടു. ഈ പൈ ബൈ ടുവും 3π/2 വന്നാൽ ചോദ്യത്തിലുള്ളതല്ല ഉത്തരത്തിൽ വരിക. അതിന്റെ കോ ഫംഗ്ഷൻ എടുക്കണം. ഓക്കെ. കോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോസ് ആണെങ്കിൽ അത് സൈൻ ആവും, സൈൻ ആണെങ്കിൽ അത് കോസ് ആവും. കണ്ടോ? ഏതിന്? π/2 3π/2 വരുമ്പോൾ. പൈയും 2πയും വരുമ്പോൾ ചോദ്യം ഏതാണോ അത് തന്നെയായിരിക്കും ഉത്തരം. π/2 3π/2 വന്നാല് കോസ് ആണെങ്കിൽ അത് സൈൻ ആവും, സൈൻ ആണെങ്കിൽ അത് കോസ് ആവും. അപ്പൊ ഇവിടെ π/2 കണ്ടുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സൈൻ എക്സ് എന്ന് അങ്ങ് എഴുതാം. പിന്നെ അതിന്റെ ചിഹ്നം നോക്കിയാൽ മതി, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അത് നോക്കണമെങ്കിൽ എന്ത് ചെയ്യാം? π/2 പ്ലസ് ആണ്. അപ്പൊ π/2ന്റെ അടുത്ത് നമ്മൾ പോയി നിൽക്കുക. പ്ലസ് ആവുമ്പോൾ ഏത് ഡിറക്ഷൻ ആണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ് അല്ലെ? ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിലാ തിരിയുക? എങ്ങോട്ട്? ഇങ്ങോട്ട്. കണ്ടോ? അപ്പൊ ഞാൻ ഏത് ക്വാഡ്രന്റിലാ നിൽക്കുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റില്. സെക്കൻഡ് ക്വാഡ്രന്റില് ആരുടെ ചിഹ്നമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിൽ ആരാണോ അവരുടെ. കോസ് ആണ് നമ്മുടെ ചോദ്യം. കോസ് π/2 പ്ലസ് ആണ്. π/2 പ്ലസ് ചെയ്തപ്പോൾ ഞാൻ സെക്കൻഡ് ക്വാഡ്രന്റിൽ എത്തി. അവിടെ കോസിന്റെ ചിഹ്നം എന്താണ്? നെഗറ്റീവ് ആണ്. കേട്ടോ? ഉത്തരം സൈൻ ആയതുകൊണ്ട് സൈനിന്റെ ചിഹ്നം നോക്കരുത് കേട്ടോ. ചോദ്യത്തിന്റെ ചിഹ്നം വേണം നോക്കാൻ, നമുക്ക് സംശയം വരും. അപ്പൊ ചോദ്യത്തിൽ ഏത് ഫംഗ്ഷൻ ആണോ അതിന്റെ ചിഹ്നം വേണം നമ്മൾ നോക്കാൻ. പിന്നെ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കിയിട്ട്, പ്ലസ് ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്, മൈനസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ്. ഓക്കെ. ഏതാണോ ആംഗിള് അവിടെ ചെന്ന് നിൽക്കുക, എന്നിട്ട് തിരിയുക. എന്നിട്ട് ഏത് ക്വാഡ്രന്റിലാണ് നമ്മൾ നിൽക്കണേ നോക്കുക, ചോദ്യത്തിന്റെ ചിഹ്നം നോക്കിയിട്ട് എഴുതാം. ഇനി നോക്കിയേ, സൈൻ π/2 പ്ലസ് എക്സ്. സൈൻ ആണ്, π/2 ആണ്, അപ്പൊ സൈൻ എന്നുള്ളത് ഉത്തരത്തിൽ കോസ് ആയി. ഇനി നമ്മൾ π/2 പ്ലസ് ആണ്, അപ്പൊ π/2ന്റെ അവിടെ പോയി നിന്നു, പ്ലസ് തിരിഞ്ഞു, സെക്കൻഡ് ക്വാഡ്രന്റിൽ എത്തി. സെക്കൻഡില് സൈനിന്റെ ചിഹ്നം എന്താ? പോസിറ്റീവ്. അപ്പൊ ഉത്തരം കോസ് എക്സ്. കണ്ടോ? അപ്പൊ ഇത് ഇപ്പൊ ഞാൻ 1 2 3 4 5 എഴുതിയെന്നുള്ളൂ. നമുക്ക് പൈ വെച്ചിട്ട് 2π വെച്ചിട്ട് π/2 3π/2 വെച്ചിട്ട് സൈനും കോസും കൊസീക്കും ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. പക്ഷെ ഇതെല്ലാം നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ എന്തൊക്കെ ഓർത്ത് വെക്കണം? നമ്മുടെ ഈ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി ഓർത്ത് വെക്കണം. പിന്നെ 2π π/2 പൈ 3π/2 എവിടെ ഇരിക്കണേ എന്നുള്ള ഈ ഒരു ഓർഡർ ഓർത്ത് വെക്കണം. ക്ലോക്ക് വൈസ് എങ്ങോട്ടാ, ആന്റി ക്ലോക്ക് വൈസ് എങ്ങോട്ടാന്ന് ഓർത്ത് വെക്കണം. പിന്നെ പൈയും 2πയും വന്ന ചോദ്യത്തിൽ ആരാണോ അവർ തന്നെയായിരിക്കും ഉത്തരത്തിൽ. π/2 3π/2 വന്നാല് സൈൻ ആണെങ്കിൽ കോസ് ആവും, കോസ് ആണെങ്കിൽ സൈൻ ആവും കേട്ടോ. അത് ഓർത്ത് വെക്കാം. മെയിൻലി നമുക്ക് സൈനും കോസും ടാനും ആണ് കൂടുതൽ ചോദിക്കുള്ളൂ. അപ്പൊ അത് നമ്മൾ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ. ഈ ഒരു ഇക്വേഷനും കൂടെ അതിന്റെ കൂട്ടത്തിൽ നോട്ട് ചെയ്ത് പഠിച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെറുതെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതിന്റെ ഒപ്പം ആൻസർ ഒന്ന്
ജസ്റ്റ് നോട്ട് ചെയ്ത് വെറുതെ ഒന്ന് റഫായിട്ടെങ്കിലും ഒന്ന് എഴുതി നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കത് തലയിൽ കയറുള്ളൂ. എപ്പോഴും നമ്മൾ മാത്സ് ഒരിക്കലും വായിച്ചു മാത്രം പഠിക്കരുത്. ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് വെറുതെ ഒന്ന് റഫായിട്ടെങ്കിലും നമ്മൾ എഴുതണം. ഫോർമുല ആയാലും ഇക്വേഷൻസ് ആയാലും പ്രോബ്ലം ആയാലും ഒക്കെ നമ്മൾ എഴുതി തന്നെ പഠിക്കണം. അതേപോലെ ഈ മാത്തമാറ്റിക്സിന്റെ സിലബസിലെ ആ ടോപ്പിക്സ് എല്ലാം NCERT ബേസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. NCERT ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു സിലബസിൽ 7 മാർക്ക്, മാത്സിന് 7 മാർക്കാണ് വരുന്നത്. ആ 7 മാർക്കും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കില്ല, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. പക്ഷെ കുറെ ടോപ്പിക് നമുക്ക് കവർ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും NCERT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A wheel makes 360 revolutions in 60 seconds. In 1 second, it turns an angle of dash. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്നതൊന്ന് നമ്മൾ എഴുതാം. എന്താ നമുക്കറിയാം, നമ്മൾ പഠിച്ചു ഒരു റവല്യൂഷൻ 360 ഡിഗ്രി ആണ് നമ്മൾ പഠിച്ചു. 360 ഡിഗ്രി എന്ന് പറയുന്നത് 2π റേഡിയൻ ആണ്. 2π റേഡിയൻ ആണ്. അപ്പൊ അത് നമുക്ക് അറിയാം, ഒരു റവല്യൂഷൻ 2π റേഡിയൻ ആണ്. ഓക്കെ, ഇനി എന്താണ് അവർ പറഞ്ഞേക്കുന്നത്? 360 റവല്യൂഷൻ ആണ് 60 സെക്കൻഡിൽ. 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിൽ കവർ ചെയ്യുന്നത് 360 റവല്യൂഷൻ ആണ്. ഒരു റവല്യൂഷന് 2π ആണെങ്കിൽ 360 റവല്യൂഷന് 360 ഇൻറ്റു 2π അല്ലെ, അത്രയും ആംഗിൾ അത് ടേൺ ചെയ്യും. അപ്പൊ 60 സെക്കൻഡില് 360 റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡില് 360 ഇൻറ്റു 2π ആംഗിൾ അത് ടേൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എന്താ, ഇതേ ഡിവൈഡഡ് ബൈ 60. കണ്ടോ, എളുപ്പത്തിൽ കിട്ടി. അപ്പൊ 60 സെക്കൻഡിൽ ഇത്ര ആംഗിൾ ടേൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ടേൺ ചെയ്യും, അത് ഡിവൈഡഡ് ബൈ 60. അപ്പൊ നമുക്ക് 12π എന്ന് കിട്ടും. അപ്പൊ ഒരു സെക്കൻഡിൽ ആ വീല് ടേൺ ചെയ്യുന്ന ആംഗിൾ എന്താ, 12π. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരും. അതായത് ഇപ്പം വീല് വേണമെന്നില്ല, ഒരു റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു സർക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ കറങ്ങുവാണെങ്കിൽ, റവല്യൂഷൻസ് നടത്തുവാണെങ്കിൽ ഒരു റവല്യൂഷന് 360 ഡിഗ്രി ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കണം. ഒരു റവല്യൂഷൻ 360 ഡിഗ്രി. ഓക്കെ, പിന്നെ ബാക്കി എന്ത് ചോദിച്ചാലും നമുക്ക് അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In a circle of diameter 20 centimeter, the length of a chord is 10. The length of minor arc of the chord is. അപ്പൊ നമ്മളൊരു സർക്കിൾ വരച്ചു, ഡയാമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ സെന്ററിൽ കൂടെ ഡയാമീറ്റർ വരച്ചു. അത് 20 സെന്റിമീറ്റർ ആണ്. ഡയാമീറ്റർ 20 ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും, 10 ആയിരിക്കും. അതൊക്കെ നമുക്കറിയാം. പിന്നെ ലെങ്ത് ഓഫ് എ കോഡ് തന്നിട്ടുണ്ട്. കോഡ് അപ്പൊ നമ്മൾ താഴെ ഒരു കോഡ് വരച്ചു. എന്നിട്ട് നമ്മൾ ഈ സെന്ററും ഈ കോഡിന്റെ അറ്റവും കൂടെ ചേർത്തിട്ട് ഈ ഒരു രണ്ട് ലൈൻ നമ്മളായിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പൊ ഇത് രണ്ടും OA OB എന്ന് പറയുന്നത് എന്തായിരിക്കും, റേഡിയസ് ആയിരിക്കും. രണ്ടും തുല്യമായിരിക്കില്ലേ, അത് രണ്ടും എന്തായിരിക്കും, 10 ആയിരിക്കും. അതേപോലെ അവർ ഓൾറെഡി തന്നിട്ടുണ്ട്, ഈ കോഡിന്റെ ലെങ്ത് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്, അതും 10 ആണ്. അപ്പൊ OA റേഡിയസും 10, OB റേഡിയസും 10 ആണ്, AB കോഡും 10 ആണ്. അപ്പൊ ഇത് നമുക്കൊരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ 3 സൈഡും തുല്യമാണ്. അപ്പൊ അതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. അപ്പൊ നമ്മുടെ ഇവിടത്തെ ഒരു ആംഗിള് തീറ്റ എന്ന് പറയുന്ന ആംഗിള് എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു ട്രയാങ്കിളിന്റെ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാല് അത് എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. എങ്ങനെയാണ് നമ്മൾ 60 ഡിഗ്രി എന്ന് മനസ്സിലാക്കിയത്, 3 സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ ആ ഒരു ആംഗിൾ 60 ആണ്. അപ്പൊ നമുക്ക് റേഡിയസ് കിട്ടി, ആംഗിള് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി, അതിന്റെ ആർക്ക് ലെങ്ത്. കണ്ടോ, ലെങ്ത് ഓഫ് മൈനർ ആർക്ക്. അതായത് ഇങ്ങനെ ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ആർക്ക് കിട്ടും അല്ലെ. എന്താണ് ഇതാ, ഇങ്ങനെ ഒരു വലിയ ആർക്കും ചെറുതും. മൈനർ എന്ന് പറയുമ്പോൾ ചെറുതാണ്. അപ്പൊ ഈ ഒരു ആർക്ക് ലെങ്ത് ആണ് ചോദ്യം. കണ്ടോ, അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം, നമ്മൾ പഠിച്ചു L = r തീറ്റ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടത്തെ തീറ്റ, ഈ L = r തീറ്റ എന്ന് പറയുന്ന ഇക്വേഷനിലെ തീറ്റ ആംഗിള് എപ്പോഴും റേഡിയനിൽ വേണം കേട്ടോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ തീറ്റ 60 എന്ന് കണ്ട വശം നമ്മൾ റേഡിയസ് 10, ആ 10 × 60 ആൻസർ എഴുതി വെക്കരുത്, തെറ്റും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ബൈ ഡെഫിനിഷൻ, അതിന്റെ ഡെഫിനിഷൻ പ്രകാരം ആംഗിള് എപ്പോഴും എന്തിലായിരിക്കണം, റേഡിയനിലായിരിക്കണം. ഓർത്ത് വെക്കുക, ആംഗിള് റേഡിയനിൽ.
L equal to r theta ആംഗിൾ റേഡിയൻ. അപ്പൊ 60 എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവിടെ ഞാൻ ജസ്റ്റ് കൺവേർഷൻ കാണിച്ചു എന്നുള്ളൂ. നമ്മൾ ഓൾറെഡി കാണാതെ പഠിച്ചു 60 π/3 ആണെന്ന്. കണ്ടോ? അപ്പൊ 60 × π/180 ചെയ്യുമ്പോഴാണ് ഈ π/3 നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? L equal to 10 × π/3. ഇപ്പൊ അതിന്റെ വാല്യൂ ഒക്കെ ഇട്ട് കൊടുക്കാം. ഒന്നെങ്കിൽ 22/7 ചെയ്യാം, അല്ലെങ്കിൽ 3.14 ചെയ്യാം. എന്ന് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്തും. കണ്ടോ? അപ്പൊ ആർക്ക് ലെങ്ത് എത്രയാ? 10.5. കണ്ടോ? അപ്പൊ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഈ കോഡ് വരയ്ക്കുന്ന ഈ രീതിയിലുള്ളതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ L equal to r theta, തീറ്റ എന്താണ്? റേഡിയനിലായിരിക്കണം, ഓർത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, find the value of sin squared π/6 plus cos squared π/3 minus cot squared π/4. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു സൈൻ 30, കോസ് 60, അതിന്റെ ഒക്കെ വാല്യൂസ് നമ്മൾ ആ ഒരു ടേബിൾ നോക്കിയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കോട്ട് ചോദിച്ചിട്ടുണ്ട്. കണ്ടോ? നമ്മൾ ടാൻ പഠിച്ചു. ടാനിന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട്. അതായത് ഇപ്പൊ ടാൻ π/4 എന്താണോ അതിനെ 1 ചെയ്ത് കഴിഞ്ഞാൽ കോട്ട് കിട്ടും. അതേപോലെ തന്നെ ഇപ്പൊ സൈൻ π/6 നമുക്കറിയാം 1/2 ആണ്. അപ്പൊ കൊസീക്ക് π/6 എന്തായിരിക്കും? കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈനിന്റെ റെസിപ്രോക്കൽ അല്ലേ? അപ്പൊ 2 ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ സൈനും കോസും ടാനും പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കോട്ടും സീക്കും കൊസീക്കും നമ്മൾ തല തിരിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് കൊസീക്കോ കോട്ടോ സീക്കോ ഒക്കെ വന്നാലും നമുക്ക് അറിയാവുന്ന വാല്യൂ വെച്ചിട്ട് അതിന്റെ റെസിപ്രോക്കൽ എഴുതിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇവിടെ സ്ക്വയർ ഉണ്ട്. കണ്ടോ? സ്ക്വയർ. ഇപ്പൊ സൈൻ സ്ക്വയേർഡ് π/6 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൈൻ π/6ന്റെ സ്ക്വയർ ആണെന്നാണ്. അപ്പൊ അത് മറന്നു വരുന്നത്. സ്ക്വയർ ഉണ്ടെങ്കിൽ സ്ക്വയർ ചെയ്യാനായിട്ട് മറന്നു വരുന്നത്. അപ്പൊ സൈൻ π/6 1/2 ആണ്. അപ്പൊ ഇതിന് പകരം നമുക്ക് 1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കോസ് π/3 ഉം 1/2 ആണ്. 1/2 ഹോൾ സ്ക്വയർ. ടാൻ π/4 1 ആണ്. കോട്ട് π/4 ഉം അപ്പൊ എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. മൈനസ് 1 സ്ക്വയർ 1 തന്നെ. അപ്പൊ ഇത് നമുക്ക് എന്ത് കിട്ടും? 1/4 പ്ലസ് 1/4 മൈനസ് 1. അപ്പൊ ആൻസർ എന്താ? -1/2. കണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കണ്ടോ, വാല്യൂ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പൊ വാല്യൂ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 75 ഡിഗ്രി. ഇനി നമുക്ക് നേരത്തെ പഠിച്ച ഇക്വേഷൻസ് അല്ലാണ്ട് കുറച്ചും കൂടെ, ശരിക്കും ട്രിഗണോമെട്രിയിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ സിലബസിനകത്ത് മെയിൻ ആയിട്ടുള്ള വാല്യൂസും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻസും പഠിക്കാനായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് അല്ലാണ്ട് അഡീഷണൽ കുറച്ചും കൂടെ വരുന്നുണ്ട്. അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. അപ്പൊ സൈൻ 75ന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ സൈൻ 30, 45, 60, 90 അതൊക്കെ പഠിച്ചിട്ടുള്ളൂ. 75 നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ 75നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പൊ 75നെ നമുക്ക് എങ്ങനെ എഴുതാം? 75നെ 45 + 30 എന്ന് എഴുതിക്കൂടെ? കേട്ടോ. സൈൻ 45 + 30 എന്ന് എഴുതാം. അപ്പൊ നമുക്കറിയാത്ത ഒരു ആംഗിൾ ആണ് അവർ വാല്യൂ കാണാൻ ചോദിച്ചെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അറിയുന്ന വാല്യൂ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമോ നോക്കാം. ഇപ്പൊ ആഡിങ് തന്നെ വേണമെന്നില്ല, ചിലപ്പോൾ ചില വാല്യൂസ് നമുക്ക് സബ്ട്രാക്ട് ചെയ്താലായിരിക്കും കിട്ടുക. അപ്പൊ ചോദ്യം അനുസരിച്ച് നമ്മൾ ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ ഈ സൈൻ 45 + 30 ചെയ്യാനായിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. സൈൻ x + y ഒരു ഇക്വേഷൻ ഉണ്ട്. സൈൻ x + y എന്ന് പറഞ്ഞാൽ sin x cos y plus cos x sin y ആണ്. ഈ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ തൽക്കാലം ഇത് പഠിക്കാം. sin x cos y plus cos x sin y. ഇനി നമുക്കറിയാം 45 നമുക്കറിയാം, 30 അറിയാം, ഇതൊക്കെ വാല്യൂ നമുക്കറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. sin 45 1/√2, cos 30 √3/2 plus cos 45 വീണ്ടും 1/√2, sin 30 1/2. ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. √3 + 1/2√2. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻസ് ഒന്ന് നോക്കാം. കണ്ടോ? സൈൻ x + y sin x - y, cos x + y cos x - y, അതേപോലെ തന്നെ ടാൻ. ഓക്കെ, അപ്പൊ ഇത് പഠിക്കാനായിട്ട് നമുക്ക് ചെറിയ ട്രിക്ക് ഒക്കെ വെച്ച് പഠിക്കാം. നോക്കൂ, സൈൻ. ഇപ്പൊ സൈനിന്റെ ആണെങ്കിൽ, സൈനിന്റെ x + y x - y ആണെങ്കിൽ സൈൻ കോസ് കോസ് സൈൻ. അപ്പൊ സൈൻ ആണെങ്കിൽ സൈൻ കോസ് കോസ് സൈൻ. ഓക്കെ,
പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ പ്ലസ് ആണെങ്കിൽ ആൻസറിലും പ്ലസ് ആയിരിക്കും സൈൻ ആണെങ്കിൽ. അപ്പൊ സൈനിന് എസ് അല്ലേ, അപ്പൊ സെയിം എന്ന് ഓർക്കാം, സെയിം സൈൻ, സൈനിന്റെ എസ് സെയിം സൈൻ എന്ന് ഓർക്കാം. അപ്പൊ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെയും പ്ലസ് ആയിരിക്കും, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെയും മൈനസ് ആയിരിക്കും. അപ്പൊ സൈൻ എക്സ് പ്ലസ് വൈ എന്താ, സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. എക്സ് മൈനസ് വൈ എന്താ, സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. കണ്ടോ, പ്ലസ് ആണെങ്കിൽ പ്ലസ് തന്നെ സെയിം സൈൻ, അതേപോലെ സൈൻ ആണെങ്കിൽ സൈൻ കോസ് കോസ് സൈൻ അങ്ങനെ വരണം. കോസ് ആണെങ്കിൽ അങ്ങനെയല്ല, സെയിം ആയിട്ട് പറയണം, കോസ് കോസ് സൈൻ സൈൻ. കണ്ട, ഇവിടെ നമ്മൾ മാറ്റി മറിച്ച് പറഞ്ഞത്, ഇവിടെ ഒരേപോലെ പറയണം. അപ്പൊ കോസ് ആണെങ്കിൽ കോസ് കോസ് സൈൻ സൈൻ, അതേപോലെ പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും, തിരിച്ചെഴുതണം. അപ്പൊ ഒരെണ്ണം പഠിക്കുക, അതിനോട് റിലേറ്റഡ് ആയിട്ട് അടുത്ത് പഠിക്കുക കേട്ടോ. എല്ലാം ബൈ ഹാർട്ട് പഠിക്കാനായിട്ട് പറ്റില്ല, നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ടാൻ ആണെങ്കിൽ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെയും പ്ലസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെയും മൈനസ്, താഴെ എതിർ ചിഹ്നം വരും, പ്ലസ് ആവുമ്പോ മൈനസ്, മൈനസ് ആവുമ്പോ പ്ലസ്. ഇത് രണ്ട് ഏകദേശം ഒരേപോലെയാണ്. നോക്കിയേ, ടാൻ എക്സ് ടാൻ വൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ, ടാൻ എക്സ് ടാൻ വൈ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ. കണ്ടോ, അപ്പം ഈ ഒരു ക്ലാസ് നമ്മൾ പറഞ്ഞ ഇത്രയും ഇക്വേഷൻസ് എങ്കിലും മിനിമം നമ്മൾ പഠിച്ചിരിക്കണം. ഇനിയും ഒരുപാട് ഇക്വേഷൻ ഉണ്ട്, പക്ഷെ ഇതാണ് ബേസിക് ആയിട്ട് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ള ഇക്വേഷൻസ് കേട്ടോ. അപ്പൊ ഇതെന്തായാലും പഠിക്കുക, വാല്യൂസ് പഠിക്കുക, അതേപോലെ മറ്റേ L = r θ എന്ന് പറയുന്ന ഇക്വേഷൻ, പിന്നെ സൈൻ സ്ക്വയർഡ് പ്ലസ് കോസ് സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 1, ആ അങ്ങനത്തെ ഒരു 3 സെറ്റ് ഇക്വേഷൻസ്, പിന്നെ ഈ ഒരു സെറ്റ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ, അത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ എക്സാമിന് വേണ്ടിയിട്ട് നല്ലോണം പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ ലാബ് അസിസ്റ്റന്റിന്റെ സിലബസ് വളരെ വലുതാണ്. അപ്പൊ കാണുമ്പോഴേക്കും അയ്യോ എനിക്കിത് പറ്റില്ല എന്ന് വിചാരിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന ഫീൽഡ്സ് ഏതൊക്കെയാണ്, ഇപ്പൊ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, MLD, ഏത് സബ്ജക്റ്റ് ആണ് നമുക്ക് പറ്റാവുന്നത് എല്ലാം നന്നായി പഠിച്ച് ഫോക്കസ് ചെയ്തിട്ട് സ്മാർട്ട് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ, താങ്ക് യു.